ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2013 ഇരട്ടിക്ക് ഡീസൽ വാഹനമാണ്. ഈ ഒരു വാഹനം ഒന്ന് ആക്സിഡൻ്റ് ആയത് കേട്ടോ. നല്ലപോലെ ഒരു ആക്സിഡൻറ്റ് തന്നെയാണ്. ആളപായം ഇല്ല കേട്ടോ. ഏകദേശമുള്ള പാർട്സുകളെല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 ലക്ഷത്തിൻ്റെ പാർട്സുകൾ മാത്രം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഗിയർ ബോക്സ് കേസ് അടക്കം പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതിനൊന്ന് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇഞ്ചിൻ അഴിച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ 2 അപ്പറോണ് ബെൻഡായിട്ടുണ്ട്. അപ്പോൾ ആ ഒറിജിനാലിറ്റി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബെൻഡ് എടുക്കുക കേട്ടോ. ആ ബെൻഡ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കും. ഇപ്പോൾ ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ ഷോപ്പിൽ കട്ട് ചെയ്യുന്നത് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെട്ടിരുമ്പ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. അതിൻ്റെ ഗുണം വേറെയാണ്. തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതേപോലെ തന്നെ ഇവിടെ വെൽഡിങ് എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിങ് അല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത്, മിഗ് വെൽഡിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 100% ഉറപ്പ് നൽകാം, നമ്മൾ ചെയ്ത വർക്കിൽ തുരുമ്പെന്ന് പറയുന്നത് വരില്ല. അത്രയും ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു വാഹനത്തിൻ്റെ പാർട്സ് കേട്ടോ, മെക്കാനിക്കൽ പാർട്സുകൾ മാത്രമാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. എൻജിൻ സെറ്റ് ചെയ്തു, അതിൻ്റെ റേഡിയേറ്റർ, കണ്ടൻസർ, അതേപോലെ തന്നെ അതിൻ്റെ ടർബോ ചാർജർ, എയർ ഫിൽറ്റർ, അതിൻ്റെ മിക്ക പാർട്സുകളും നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി മാറ്റി. ഏകദേശം നമുക്ക് ഈ ഒരു വർക്ക് 2 മാസത്തോളം ആയിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ അപ്രൂവലും അതേപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ അപ്രൂവലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈകി. എന്തായാലും കുഴപ്പമില്ല, വളരെ വൃത്തിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 എയർ ബാഗും കൂടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതും കൂടി അഴിച്ച് അതും കൂടി മാറ്റേണ്ടതുണ്ട്. ആ എയർ ബാഗ് പൊട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ വയറും കിറ്റും കൂടി മാറ്റണം. അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്ത് വരുത്തി നമ്മൾ മാറ്റിയിട്ടുണ്ട്. എയർ ബാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കുകളാണിത്. അതിൻ്റെ ബാറ്ററി നെഗറ്റീവ് ഊരിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഷോർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എയർ ബാഗ് പൊട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കോയിൽ ആൻറ്റിനി സെറ്റ് ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വർക്കുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എയർ ബാഗ് വൃത്തിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റിയറിംഗ് വീൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏകദേശമുള്ള പെയിൻറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുക, 2 സൈഡ് ഹെഡ്ലൈറ്റ് വൃത്തിയായിട്ടൊന്ന് സെറ്റ് ചെയ്യുക, ഫ്രണ്ട് ബമ്പറും കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ റേഡിയേറ്റർ, കണ്ടൻസർ, അതേപോലെ തന്നെ ടർബോ ചാർജർ എല്ലാ ഭാഗങ്ങളും പുതിയതാണ്. ഇതെല്ലാം സെറ്റ് ചെയ്തു. ബമ്പറടക്കം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കടുത്ത ഫിനിഷിങ് വർക്ക് എന്ന് പറയുന്നത് ഇതിന് പോളിഷിംഗ് ആണ്. ആ ഒരു 4 ടയറും ആ ഒരു വീല് ഡിസ്കും കൂടി പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുത്തൻ വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന ആ രീതിക്കാണ് ഈ ഒരു വണ്ടി പണി ചെയ്തിരിക്കുന്നത്. എന്തായാലും കസ്റ്റമർ വളരെ ഹാപ്പിയാണ് ഈ ഒരു വണ്ടി വർക്ക് ചെയ്ത് എടുത്തപ്പോൾ. എന്തായാലും വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കട്ടോ. കുറേയധികം പാർട്സുകളൊക്കെ മാറ്റിയതല്ലേ, ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ വൃത്തിയോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് ഏകദേശം ഇൻഷുറൻസ് ക്ലെയിമും കഴിഞ്ഞ് ഏകദേശം പാതി എമൗണ്ട് വരും, ഏകദേശം ഒരു 170 അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഈ ഒരു വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് പാലക്കാട് കണ്ണാടി ഇൻഡസ് മോട്ടോഴ്സ് എന്നാണ്. മാരുതിയുടെ ഏത് വാഹനമോ ആയിക്കോട്ടെ, ക്യാഷ് വർക്കോ ഇൻഷുറൻസ് ക്ലെയിമോ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയോടുകൂടി ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.